നമ്മൾ വീണ്ടും ഗണേഷ് കുമാറിനെതിരായ ആരോപണത്തിന്റെ വാർത്തയിലേക്ക് പോവുകയാണ്. യദു കൃഷ്ണൻ ഇപ്പോൾ DGPക്ക് പരാതി നൽകിയ KSU നേതാവ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ യദു കൃഷ്ണൻ, ഇതിപ്പോ പല ദിവസങ്ങളായി, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയക്കകത്ത് ഈ വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, ഒരു ആരോപണം, ഒരു ഊഹാപോഹം എന്ന നിലക്ക് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അവരുടെ ശബ്ദം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ കുറെ കൂടി ഒരു സോൾഡ് ആയിട്ടുള്ള ഒരു തെളിവ് കൂടി അതിനകത്ത് ഉണ്ടാവുകയാണ്. ആ അർത്ഥത്തിലാണോ, ആ സാഹചര്യത്തിലാണോ ഇപ്പോൾ നിങ്ങളൊരു പരാതി കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് KB ഗണേഷ് കുമാറിനെതിരെ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ പരാതി എന്താണ്? വളരെ കൃത്യവും വ്യക്തവുമായ ധാരണയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലേക്കുള്ള ഒരു പരാതി കൊടുക്കാൻ തയ്യാറായതും. അതിനു മുമ്പ് കഴിഞ്ഞ വനിതാ ദിവസമായ ഇന്നലെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ തയ്യാറായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ കേരളത്തിലെ മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളും ഏറ്റെടുത്ത് കേരളത്തിൽ മുഴുവൻ ഇന്നലത്തെ ദിവസം ചർച്ചയായി. ഇന്ന് രാവിലെ കേരളത്തിലെ മാധ്യമങ്ങൾ പത്തനാപുരത്തെത്തി ഗണേഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ വളരെ ലഘൂകരിച്ച് തള്ളിവിടുന്ന സാഹചര്യമാണ് എല്ലാവരും കണ്ടത്. തൊട്ടു പിന്നാലെ തന്നെ ഇതിന്റെ ഗൗരവം തുറന്നു കെട്ടിക്കൊണ്ട് ബഹുമാനിയായിട്ടുള്ള ബിന്ദു മേനോൻ അവർ അദ്ദേഹം ടെലിബൈറ്റ് കൊടുക്കുകയും അവിടെ നടന്നിട്ടുള്ള ക്രൂരകൃത്യങ്ങളെ പറ്റി വളരെ വ്യക്തമായി തന്നെ ബിന്ദു മേനോൻ തുറന്നു കാട്ടുകയുണ്ടായി. അപ്പൊ വളരെ കൃത്യമായ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. കഴിഞ്ഞ ദിവസം ബിന്ദു മേനോൻ ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അവരത് വീഡിയോയിലും ഫോട്ടോ എടുക്കാനും ഫോട്ടോയും വീഡിയോയും തന്റെ മൊബൈലിൽ ചിത്രീകരിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവം വളരെ ഗുരുതരമായിരുന്നു. അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആ ഫോൺ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയും അവർ പുറത്തു കടക്കാതിരിക്കാൻ വേണ്ടി വാതിലടക്കം അടച്ച് അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ആ വീട്ടിലുണ്ടായി. അവർ മരണപ്രാളത്തിൽ അവർ ഉറക്കെ വിളിച്ചുകൂവി, ഹെൽപ്പ് മീ എന്ന് ഉറക്കെ എന്നെ ആക്രമിക്കുന്നു, എന്നെ തുറന്നുവിടുക എന്ന് വളരെ ഉറക്കെ വിളിച്ചുകൂവി. ഇപ്പൊ പരിസരവാസികൾ, ഞാൻ പത്തനാപുരത്തുകാരാണ്, അവിടെ അതിന്റെ പരിസരവാസികൾ മുഴുവനും അവിടെ ഓടിക്കൂടി, വളർത്ത വീടിന്റെ അടുത്ത് പരിസരവാസികൾ മുഴുവൻ അവിടെ ഓടിക്കൂടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മന്ത്രിയുടെ വസതിയിലേക്ക് കയറാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ 112 എന്ന് പറയുന്ന റോഡ് ഫ്രീ കൺട്രോൾ റൂമിന്റെ പോലീസിന്റെ കൺട്രോൾ റൂം നമ്പറിലേക്ക് വിളിച്ചു. സാധാരണ എന്താണ്, പോലീസ് കൺട്രോൾ റൂം വിളിക്കുമ്പോൾ പോലീസ് വരുന്നു, അതിന് നടപടി സ്വീകരിക്കുന്നു, തിരിച്ച് ആ കൺട്രോൾ റൂമിലേക്ക് അതിന്റെ റെസ്പോൺസ് റിപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ പോലീസ് അവിടെ വന്നതിന് ശേഷം പോലീസിനെ ഇവർ ഈ ഡീറ്റെയിൽസ് അടക്കമുള്ള വീഡിയോസ് കാണിച്ച് ഇത്ര അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ പോലീസ് അതിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ്. മന്ത്രിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്, കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, ഭരണ സംവിധാനം മൊത്തം അദ്ദേഹത്തിന് അനുകൂലമാണ്. പോലീസ് വിറങ്ങലിച്ച് പുറത്തോട്ട് മാറിക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് അവിടെ വന്ന് നടപടി സ്വീകരിക്കുന്നതിന് പകരം, ഇവരെ പൂട്ടിയിട്ടവർക്കെതിരെ, ആക്രമിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് പകരം അവർ ചെയ്തത് അവിടെ ഓടിക്കൂടിയ അടുത്തുകൂടിയ ജനങ്ങളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുവാനും അവരെ അവിടെ നിന്ന് അടിച്ചോടിക്കുവാനും ഉള്ള ശ്രമമാണ് പോലീസ് നടത്തിയത്. അതിനുശേഷം ആ ദൗത്യം കഴിഞ്ഞതിന് ശേഷം പോലീസ് അവിടെ നിന്ന് പിൻവലിയുകയായിരുന്നു. പോലീസ് ഒരു തരത്തിലും നടപടി സ്വീകരിക്കാതെ അവിടെ പോകുന്ന വിഷമകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പുറം ലോകം അറിയില്ല എന്നുള്ള വസ്തുത കൊണ്ട് തന്നെയാണ് ആ നടന്ന കാര്യങ്ങൾ പോലീസുമായിട്ടും പരിസരവാസികളുമായിട്ടും അവിടെയുള്ളവരുമായിട്ടും വളരെ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ, തിരക്കിയതിന്റെ അടിസ്ഥാനത്തിൽ, ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയത്തെ. അപ്പോഴത്തെ ഘട്ടത്തിൽ ഒരു ഹെൽപ്പിന് വേണ്ടി പോലീസിനെ വിളിച്ചതൊഴിച്ചാൽ നേരിട്ടൊരു കയ്യേറ്റ ശ്രമം അടക്കാതെ അവർക്കെതിരെ ഉണ്ടായി എന്ന് അങ്ങ് പറയുന്നു. അപ്പൊ നേരിട്ടൊരു പരാതി ഇതുവരെ അവർ നൽകിയിട്ടില്ല. എന്തുകൊണ്ട് അവർ പരാതി നൽകുന്നില്ല? അതുകൊണ്ടാണ് ഞാനായിട്ടൊരു പരാതി നൽകിയത്. എന്തുകൊണ്ട് അവർ പരാതി നൽകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിന്റെ പിന്നെ മുഖ്യമന്ത്രി ആയിട്ടുള്ള അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിട്ടുള്ള പിണറായി വിജയന്റെ മകളെ അവർ ഫോൺ വിളിച്ച് പറഞ്ഞു. പക്ഷെ അവർ പരാതിക്ക് പോയില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, അവര് 112 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്, അല്ലെങ്കിൽ മുൻ DGPയോടോ ആരോടോ തിരക്കിട്ടായാലും ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് അവർ വിളിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടാണ്. അവർക്കൊരു ആപത്തുണ്ടാകുമ്പോൾ, അത്യാഹിതം ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, പോലീസിന്റെ നമ്പറിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഫാമിലി പ്രശ്നത്തിൽ പോലീസിനെ വിളിച്ചു വരുത്തുന്നല്ലോ. അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് അവർ പോലീസിനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല. അവർ വന്ന് ആ പോലീസ് വന്നപ്പോൾ തന്നെ അവരുടെ മുമ്പിൽ വെച്ച് കഥ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. കഥ തുറന്നു പോകുമ്പോൾ പോലീസിനെ കാണുന്നില്ല. വിളിച്ചു വരുത്തി സംഭവം ഇൻസിഡന്റ് നടന്ന ദൃക്സാക്ഷികളായി പോലീസ് മുഴുവൻ എവിഡൻസും കണ്ടിട്ടും കേട്ടിട്ടും ഒരു നടപടിയും എടുക്കാതെ പോയ പോലീസിന്റെ അടുത്ത് അവരെന്തിനു പരാതിപ്പെടണം? അവരുടെ ആ പോലീസിനോടുള്ള വിശ്വസ്ത നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവരൊരു സ്ത്രീയാണ്, അവർക്ക് പരിമിതികളുണ്ട്. അവരെതിർക്കുന്നത് അവർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ല, അവരെ സംരക്ഷിക്കാൻ മറ്റാളുകളില്ല. നമുക്ക് അവരെ പൂർണ്ണമായി സംരക്ഷിക്കുന്നതിന് പരിമിതികളുണ്ട്. അതുപോലെ നിയമപരമായി ഇപ്പോഴും ഗണേശന്റെ അവസാനത്തെ ഔദ്യോഗികമായിട്ടുള്ള ഭാര്യയാണ്. മറ്റുള്ളവർ നമുക്ക് അതിനെപ്പറ്റി അറിയിക്കില്ല. പക്ഷെ അപ്പോൾ നമുക്കതിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് അവരെ നേരിട്ട് സംരക്ഷിക്കാൻ. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ പോകാത്തത്. അവരുടെ മുമ്പിൽ പോലീസ് പിന്നെ മന്ത്രിയുടെ അധികാര പരിധി ഉപയോഗിച്ച് അവിടെ നിന്നും ഇറക്കി വിടുന്ന സാഹചര്യം അവരുടെ മുമ്പിൽ കണ്ടതാണ്. പിന്നെ എന്തിനാ അവർ പരാതി കൊടുക്കാൻ തയ്യാറാവണം? അവർ നടന്നിട്ടുള്ള സംഭവത്തെ പറ്റി നിരവധി കുറ്റകൃത്യങ്ങൾ ചുമത്താൻ കഴിയുന്ന, വകുപ്പുകൾ ചുമത്താൻ കഴിയുന്ന വിഷയങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, മുമ്പും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായി ടെലിബൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. സംഭവം ഇൻസിഡന്റ് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനം നിലനിൽക്കുകയാണ്. മന്ത്രിയുടെ പ്രതികരണം താങ്കൾ കേട്ടല്ലോ യദു. തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ല, തന്റെ രാഷ്ട്രീയം നോക്കിയാൽ മതി.
തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ഉണ്ടോ, രാഷ്ട്രീയ മേഖലയിൽ തനിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അത് നോക്കിയാൽ മതി. പത്തനാപുരത്തെ ജനത ഇനിയും തനിക്ക് വോട്ട് ചെയ്യും, തന്നെ വിജയിപ്പിക്കുകയും ചെയ്യും. തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ടതില്ല എന്നൊരു മറുപടിയാണ് നേരത്തെ മന്ത്രി നൽകിയത്. നോക്കിയത് നമ്മളല്ലല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യയാണല്ലോ ഇന്ന് പൊതുസമൂഹത്തിൽ വിളിച്ച് തുറന്നു പറയുന്നത്. വ്യക്തിപരമായ കാര്യം ആരും തുറന്നു നോക്കേണ്ട ഇല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവരെ പറ്റി ഇദ്ദേഹം പൊതുസമൂഹത്തിൽ വന്ന് പ്രസംഗിച്ച് നമ്മളെല്ലാവരും കേട്ടതല്ലേ. ഇപ്പൊ അതിനെ ന്യായീകരിക്കാൻ ഞാൻ അതിലേക്ക് ഇതിനെ ക്ലബ് ചെയ്ത് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിന്റെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, ഞങ്ങളുടെ പ്രദേശത്തെ പ്രതികരിക്കുന്ന MLA ആണ്. ഇവിടെ NSS എന്ന് പറയുന്ന ഒരു സമുദായത്തിന്റെ താലൂക്കിലെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അദ്ദേഹം ക്ലിയർ ആയിരിക്കും, ഞങ്ങളെ പ്രതികരിക്കുന്ന വ്യക്തി ശുദ്ധനായിരിക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നതിൽ കേൾക്കുന്നതിൽ എന്താണ് തെറ്റ്? പക്ഷേ ഒന്നല്ല രണ്ടല്ല കൈയുടെയും കാലിലെയും എണ്ണമല്ല, ആയിരങ്ങൾ കഴിയുമ്പോൾ 2000-ലേക്ക് പോയാൽ അത്ഭുതമില്ലെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും പറയുകയാണ് അദ്ദേഹത്തിന്റെ പരസ്പര ബന്ധങ്ങളെ പറ്റി. ഇപ്പോ അതൊന്നും തുറന്നു കാട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതിലേക്ക് അതിന്റെ എണ്ണം എടുക്കലില്ല ഞങ്ങളുടെ ജോലിയും. പക്ഷേ ഈ വിഷയം അവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ്? ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, ആ സ്ത്രീക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ആ സ്ത്രീ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാര്യയാണ്. ആ ഭാര്യയായിട്ടുള്ള സ്ത്രീ അവർക്ക് ആപത്തുണ്ടായപ്പോൾ ഇപ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് അദ്ദേഹം പറയുന്നത് ടോൾ ഫ്രീ നമ്പർ വിളിക്കുന്നവർക്കൊക്കെ വട്ടാണെന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. 112 കേരളത്തിൽ വിളിക്കുന്ന വട്ടായതുകൊണ്ടാണ് 112 വിളിക്കുക. എന്താണ്? എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അത്യാഗ്രഹം ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വിളിക്കുന്ന നമ്പറാണ്. അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതുകൊണ്ടാണ് അവർ ഫോൺ ചെയ്തത്. ആ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോ പുറം ലോകം അറിയേണ്ട കാര്യമാണ്. അവരെ ആക്രമിച്ച് ബുദ്ധിമുട്ടി, അവരെ വീട്ടിൽ പൂട്ടിയിട്ടു, അവരെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അല്ലാതെ വിളിച്ചുകൊണ്ട് അവര് പോലീസിനെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചത്. അപ്പോ